നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബർ അയച്ചു തന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ആംപ്ലിഫയർ ഗ്രൗണ്ട് സീറോ എന്ന കമ്പനിയാണ് 4 ചാനൽ. ഇത് ഓണാവുന്നില്ലെന്നാണ് പറഞ്ഞത്. കൈലാസം എന്ന് പറഞ്ഞ ഒരാൾ അയച്ചു തന്നെ. ഇതൊക്കെ സപ്ലൈ കൊടുത്തിട്ട് ഓണാവുന്നുണ്ടോ എന്താണ് സംഭവം എന്ന് നോക്കിയത്. സപ്ലൈ കൊടുത്തിട്ട് ലൈറ്റൊന്നും പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഓണാവുന്നോ ഒന്നും കാണിക്കുന്നില്ല. റെഡ് ലൈറ്റ് കത്തുന്നില്ല, ഗ്രീനും ഇല്ല, നിലയിൽ ഓൺ ആവുന്നില്ല. പവർ ഓഫ് ചെയ്തിട്ട് ഒന്ന് അഴിച്ചു നോക്കാം. നിലവിൽ ഇതിനകത്തൊരു സാധനം മിസ്സിംഗ് ഉണ്ട്. ഈ സൈഡിലൊരു ട്രാൻസിസ്റ്ററും മിസ്സിംഗ് ആണ്. 4 3 ഉള്ളു അതിനകത്ത്. പിന്നെ 1-2 തുരുമ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ചെറുതായിട്ട്. സ്പെയറിനകത്തെല്ലാം അവിടെ ഇവിടെയെല്ലാം തുരുമ്പൊക്കെ ഉണ്ട്. മൊത്തത്തിൽ തുരുമ്പ് കയറിയിരിക്കുവാണ്. ബാക്കിയും കൂടെ മൊത്തം ഒന്ന് പീസാക്കി ഞാൻ ഓണാകത്തിൻ്റെ കാര്യം എന്താ നോക്കാം. സ്ക്രൂ എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. അത് P55 ഒരെണ്ണം കാണാനില്ല. ഒരെണ്ണം ഇല്ല എൻ്റെ അടുത്ത്. അതിൻ്റെ കട്ട് ചെയ്തെടുത്താണോ കട്ട് ചെയ്ത് കളഞ്ഞാണോ എന്നറിയില്ല. അതാണ് എൻ്റെ കേസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉപയോഗിക്കാതിരുന്നിട്ടാണെന്ന് തോന്നുന്നു മൊത്തം തുരുമ്പ് കയറിയിട്ടുണ്ട്. ഇവിടെ മിസ്സിംഗ് ഉള്ളൊരു ഡയോഡാണ്. P55 അല്ല, ഇവിടെ ഡയോഡാണ് മിസ്സിംഗ് ഉള്ളത്. ബ്രിഡ്ജിലേക്ക് പോകുന്നത്. ഇപ്പുറ സൈഡിലുണ്ട്. ഇപ്പുറ സൈഡിൽ പറിച്ച് കളഞ്ഞിട്ടില്ല. ഒരു സൈഡിലാണ് പറിച്ച് കളഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇവിടെ ബ്രിഡ്ജ് ഇട്ടിട്ട് ബാക്കി സെക്ഷൻ നോക്കാം. ഇവിടുത്തെ ഒരു ഡയോഡ് കുറവുണ്ടായത് മാറ്റിയിട്ട് നോക്കിയിട്ടും ഓണാവുന്ന കാര്യങ്ങളൊന്നും അനക്കമൊന്നുമില്ല. ഇതിനകത്ത് ഡുവൽ സപ്ലൈക്കകത്ത് ഒരു സ്റ്റേജിനകത്ത് ഷോർട്ടിംഗ് ആണ്. സപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഷോർട്ടിംഗാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരു സ്റ്റേജിനകത്ത് മാത്രം. ഒരു സ്റ്റേജ് കുഴപ്പമില്ല, ഒരു സ്റ്റേജിനകത്താണ് ഷൂട്ടിങ്. -വോൾട്ട് വരുന്ന സൈഡിൽ
ഷോട്ടിങ് കാണിക്കുന്നുണ്ട്. -1 സ്റ്റേജിൽ എന്തെങ്കിലും സാധനം ഷോട്ടിങ് കാണിക്കണ എന്തെങ്കിലും പോയിട്ടുണ്ടാകും. ഡയോഡിൽ നിന്ന് കയറ്റി ഇടക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഷോട്ടിങ് കാണിക്കും. ഇതിനകത്ത് സ്പെയർ ആണോ കുറവുണ്ടായിരുന്നതുകൊണ്ട് അവർ ഇടയ്ക്ക് പറിച്ചിട്ട് മാറ്റിയിട്ടു. ഒരു സൈഡ് ഓക്കെയാണ്, ഒരു സൈഡാണ് പ്രശ്നം കാണിക്കുന്നത്. ഡയോഡിനകത്ത് കംപ്ലൈൻറ്റ് ഒന്നാലും വരാം. അതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്താണെന്നുള്ളത് പറയാം. ഇതിൽ നേരത്തെ ഷോട്ടിങ് കാണിച്ചുകൊണ്ടിരുന്ന നിലവിൽ ഒരു 104 PF കത്തിക്കരിഞ്ഞ് ഷോർട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഇവിടെ പ്രിൻറ്റ് കട്ടായി പോയിട്ടുണ്ട്. പ്രിൻറ്റ് സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോട്ടിങ് കാണിച്ചു. പിന്നെയും ഷോട്ടിങ് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് 104 PF പൊട്ടിത്തെറിച്ച് കരിഞ്ഞു പോയി. അപ്പം അതിൻ്റെ ബാക്കി വേറെ 104 PF ഇട്ടിട്ട് പ്രിൻറ്റ് റീസോൾഡർ ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഷോട്ടിങ് ഇനി കാണിക്കുന്നുണ്ടോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ. PF മാറ്റി പ്രിൻറ്റ് റീസോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആയിട്ടുണ്ട്. ബൂസ്റ്റിംഗ് വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. ബൂസ്റ്റിംഗ് വോൾട്ടേജ് നിലവിൽ കറണ്ടില്ല. ഇൻവെർട്ടർ ആയതുകൊണ്ട് ചില വോൾട്ടേജ് കുറവേ കാണിക്കുള്ളൂ. 27 വോൾട്ട് പ്ലസ്, 27 വോൾട്ട് മൈനസ്. നിലവിൽ ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ഗ്രീൻ LED ഓക്കെ ആയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഒരു PF ഷോട്ടിങ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഒരു 104 PF പോയിട്ട് ഈ സൈഡിലൊരു PF പോയിട്ടുണ്ടായിരുന്നു. PF പോയിട്ട് അതിനകത്ത് ഷോട്ടിങ് ആയിട്ട് ഇവിടെ പ്രിൻറ്റ് കത്തിപ്പോയി. പ്രിൻറ്റ് വേറെ വയറിട്ട് റീസോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഷോട്ടിങ് കാണിച്ചു. അന്നേരം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു പ്രിൻറ്റ് കട്ടായപ്പോഴേക്കുന്ന മാറ്റം ജമ്പർ വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ PF ഷോർട്ടായിട്ട് നിൽക്കുമായിരുന്നു. മൈനസ് വോൾട്ട് എല്ലാം സപ്ലൈയിൽ. ബാക്കിയെല്ലാം തപ്പി നോക്കിയപ്പോൾ അവിടെയും ഷോട്ടിങ് കണ്ടില്ല. അന്നേരം PF കത്തി നിൽക്കുന്നുണ്ടായി. ഇനി ബാക്കി ക്യാബിൻ്റെ അത് കയറി ഇച്ചിരി ഓഡിയോ ഒന്ന് കൊടുത്തു നോക്കാം. മോസ്ഫെറ്റും കാര്യങ്ങളെല്ലാം സ്ക്രൂ എല്ലാം ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ആംപ്ലിഫയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓണായി ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് മോസ്ഫെറ്റ് ഒരിക്കലും ഹീറ്റ്സിങ് മുറുക്കാതെ വെച്ച് ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അത്ര നേരം കഷ്ടപ്പെട്ട വെറുതെ ആയിപ്പോവും. പക്ഷേ പെട്ടെന്ന് ഹീറ്റാകുന്ന ടൈപ്പ് ആയതുകൊണ്ട് അലുമിനിയം ആയിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഷോട്ടിങ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ കണക്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അത്ര നേരം പണിത് വെറുതെ ആയിപ്പോവും. ചിലപ്പം ചില കേസുകളിൽ ചിലപ്പോൾ അടിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ഓവർലോഡ് എടുക്കുകയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. നിലവിൽ പവർ ഓൺ ആയിട്ടുണ്ട്. ഗ്രീൻ ലൈറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീക്കർ കൊടുത്തിട്ട് ഓഡിയോ കിട്ടുന്നുണ്ടോ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ നോക്കാം. ഗ്രൗണ്ട് സീറോ ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്. നല്ലൊരു ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. Would experience a sharp shooting sensation, so I just kept ignoring it. Even my hot chai was giving me the same amount of discomfort. My dentist recommended Sensodyne, so now I can be completely carefree and sip my hot cup of tea. It really works. Something about you feels so different. Yeah, you mess me
inside. It's like your energy was kissing my soul back to life was living. Now it feels like every part of me is കൺട്രോളിനൊക്കെ ചെറിയൊരു കിരിയിരിപ്പുണ്ട്. left me where no one can find me. There's no sign of life out here. I scream and it goes silent. I fight so hard, but I can't fight my way out. അപ്പോൾ ഇത് തീരുമാനമായിട്ടുണ്ട്. Start to mention the time I losing my mind. If it slows down, സ്വിച്ച് ക്ലീനിങ് ഓയിലോ എന്തെങ്കിലും ഒഴിച്ചൊന്ന് കൺട്രോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.